നെഹ്റു ട്രോഫി വള്ളംകളി വൈകുന്നതിൽ ആശങ്ക പ്രകടിപ്പിച്ച ക്ലബ്ബുകളും വള്ളംകളി ആരാധകരും ലക്ഷങ്ങൾ മുടക്കി പരിശീലനം ആരംഭിച്ച ക്ലബ്ബുകളുടെയെല്ലാം ക്യാമ്പുകൾ പിരിച്ചുവിട്ടു. വള്ളംകളിയുടെ പുതുക്കിയ തീയതി പ്രഖ്യാപിക്കാത്തതിനാൽ പരിശീലനം പുനരാരംഭിക്കുന്നതിലും അനിശ്ചിതത്വം തുടരുകയാണ്. വയനാട് ഉരുൾപൊട്ടലിനെ തുടർന്നാണ് ഓഗസ്റ്റ് 10 നടത്താനിരുന്ന നെഹ്റു ട്രോഫി വള്ളംകളി മാറ്റിവെച്ചത്. വള്ളംകളി മാറ്റിവെക്കുന്നതിനോട് സംഘാടകരും ക്ലബ്ബുകളുമെല്ലാം സമ്മതം മൂളിയിരുന്നു. എന്നാൽ വള്ളംകളി അടുത്ത മാസം നടത്താനുള്ള സർക്കാർ നീക്കത്തിൽ ആരാധകർക്കും ക്ലബ്ബുകൾക്കും അതൃപ്തിയുണ്ട്. വള്ളംകളിയെ സംബന്ധിച്ച് എല്ലാവർക്കും ഏതാണ്ട് ഒരു 9 ക്ലബ്ബുകൾ വളരെ സാമ്പത്തികം മുടക്കി തന്നെ കളിച്ച് ട്രയൽ എഴുതി വന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ആ 9 ബോട്ട് ക്ലബ്ബുകൾക്കും ഒരേ അവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. വള്ളംകളിയെ സംബന്ധിച്ച് ഒരുപാട് നീട്ടിക്കൊണ്ട് പോയിട്ട് കാര്യമില്ല. വയനാട് ദുരന്തത്തിൽ ഞങ്ങളും എല്ലാം ദുഃഖിക്കുകയാണ്. എന്നാൽ പോലും വള്ളംകളി എന്ന് പറയുന്നത് ആഗസ്റ്റ് മാസത്തിൽ നടത്തിയെങ്കിൽ മാത്രമേ അതിൻ്റെ ഒരു മജോറിറ്റി ഉണ്ടാകുകയുള്ളൂ. വള്ളംകളി മാറ്റിവെച്ച് കൊണ്ടുപോയി കഴിഞ്ഞാൽ വള്ളംകളിക്ക് യാതൊരു താല്പര്യവുമില്ലാതെ ഒരു പ്രഹസന വള്ളംകളി നടത്താം എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് അത് സംബന്ധിച്ച് പറയാനുള്ളത്. ലക്ഷങ്ങൾ മുതൽ മുടക്കിയാണ് പല ക്ലബ്ബുകളും മത്സരത്തിന് തയ്യാറെടുക്കുന്നത്. സ്പോൺസർമാരില്ലാത്ത ക്ലബ്ബുകൾക്ക് നാട്ടുകാർ തന്നെ പിരിവെടുത്താണ് പണം കണ്ടെത്തുന്നത്. ഇങ്ങനെ പരിശീലനം ആരംഭിച്ച എല്ലാ ക്ലബ്ബുകളും അവരുടെ ക്യാമ്പുകൾ പിരിച്ചുവിട്ടു. ക്യാമ്പുകൾ നടത്താൻ ചെലവാകുന്ന ഭീമമായ തുക കണ്ടെത്താനുള്ള ബുദ്ധിമുട്ടും വള്ളംകളി അനിശ്ചിതകാലത്തേക്ക് മാറ്റിയതുമാണ് കാരണം. നഷ്ടപരിഹാരം ഞങ്ങളവിടെ കൊടുത്തിട്ടുണ്ട്. വള്ളംകളി അസോസിയേഷൻ്റെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ ഇതിക്കു മുമ്പും വള്ളംകളി മാറ്റിവെച്ചപ്പോൾ 1 ലക്ഷം രൂപ വീതം ഞങ്ങൾക്ക് നഷ്ടപരിഹാരം തന്നിരുന്നു. ആ 1 ലക്ഷം കൊണ്ടൊന്നും ഞങ്ങൾക്ക് ആകില്ല. ഞങ്ങൾക്ക് മാന്യമായ നഷ്ടപരിഹാരം തരണം എന്നാണ് ഞങ്ങൾക്ക് അവരോട് പറയുവാനുള്ളത്. നെഹ്റു ട്രോഫിയുടെ വീറും വാശിയും നിലനിർത്താൻ ഈ മാസം തന്നെ മത്സരം സംഘടിപ്പിക്കണമെന്നാണ് വള്ളംകളി പ്രേമികളുടെ ആവശ്യം. ന്യൂസ് മലയാളം, ആലപ്പുഴ.